മുന്നണി മാറ്റ ചർച്ചകളെ തുടർന്ന് ജോസ് കെ മാണി രൂക്ഷ വിമർശനം ഉയർത്തിയതോടെ കടുത്ത അതൃപ്തിയിലാണ് PJ ജോസഫ്. കണക്കുകളെ വളച്ചൊടിച്ച് ചിത്രീകരിക്കാനാണ് ജോസ് കെ മാണിയുടെ ശ്രമമെന്നാണ് ഇപ്പോൾ PJ ജോസഫ് വിഭാഗം പറയുന്നത്. ഇനിയും ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യുന്ന നിലപാട് ആവർത്തിക്കരുത് എന്ന് PJ ജോസഫ് UDF നേതൃത്വത്തോട് ആവശ്യപ്പെട്ടേക്കും. മുന്നണി വിപുലീകരണത്തെ എതിർക്കുന്നത് പ്രായോഗികത കൂടി പരിഗണിച്ചെന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കോർഡിനേറ്റർ അപ്പു ജോൺ ജോസഫ്. ഒരു തീരുമാനങ്ങൾക്കും കേരള കോൺഗ്രസ് എതിർപ്പല്ല. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഒരു വിഭാഗം ഇവിടെ ഇല്ലാതെ തന്നെ അവരുടെ ശക്തി കേന്ദ്രമെന്ന് അവർ തന്നെ പറയുന്ന കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിൽ 3 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുള്ളത്. ഒന്ന് കടുത്തുരുത്തി, അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ചത് 9000 വോട്ടിന് മുകളിലാണ് ഭൂരിപക്ഷം. കുറവലങ്ങാട്, അവിടെ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ജോസ്മോൻ മുണ്ടയ്ക്കൻ, ജയിച്ചത് ഏതാണ്ട് 5000 വോട്ടിന് അടുപ്പിച്ച്. ആ ഒരു നിയോജക മണ്ഡലത്തിൽ തന്നെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് അസംബ്ലി എടുത്ത് നോക്കുവാണെങ്കിൽ ഏതാണ്ട് 15000 വോട്ടോളം അല്ലെങ്കിൽ 14,000 വോട്ടോളം ഭൂരിപക്ഷമാണ്. അതുപോലെ ഏത് നിയോജകമണ്ഡലം എടുത്തു, പാല എടുത്തു, ഇടുക്കി നിയോജകമണ്ഡലം എന്ന് പറയുന്നത് അവരുടെ മന്ത്രിയുടെ നിയോജകമണ്ഡലമാണ്. ഇവിടെയൊക്കെ ഇവരില്ലാതെ തന്നെ തിരിച്ചു പിടിച്ചെടുത്ത് കഴിയുമ്പം ഈ മുന്നണിയിൽ എന്തൊരു സൗഹൃദ സ്വഭാവമുണ്ട്, സമാധാന സ്വഭാവമുണ്ട്. ഇതിങ്ങ് വന്നു കഴിയുമ്പോഴത്തേക്കും സീറ്റ് ചർച്ചകളിൽ തന്നെ തർക്കം തുടങ്ങും. പാല കിട്ടുമോ, കടുത്തുരുത്തി വിട്ടുകൊടുക്കുമോ, ചങ്ങനാശ്ശേരിയുടെ കാര്യം എടുക്കുക, റാന്നി സീറ്റിൻ്റെ കാര്യം എടുക്കുക, ഇടുക്കി സീറ്റിൻ്റെ കാര്യം എടുക്കുക, തൊടുപുഴ ഇവർ മത്സരിക്കുന്ന സീറ്റാണ്. അപ്പോൾ പ്രായോഗിക രാഷ്ട്രീയത്തിൽ ഇവർ വരുന്നത് തീർച്ചയായിട്ടും മുന്നണിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത് മോൻസ് ജോസഫും PJ ജോസഫൊക്കെ ഈ വ്യക്തമാക്കുന്നത്. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു. ആഷിഖ്, മുന്നണി വിപുലീകരണം എന്ന കാര്യത്തെ കോൺഗ്രസിലെ ഇപ്പോൾ UDF കൺവീനർ അടക്കം അതിന് അനുകൂലമായ നിലപാടുള്ളവരാണ് എന്ന് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് അങ്ങനെ ഒരു ശ്രമത്തെ മുളയിൽ തന്നെ നുള്ളാനുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നീക്കം. ഇപ്പോൾ അപ്പു പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ഈ നീക്കത്തെ കാര്യമായും തടയുന്നത് ജോസഫ് വിഭാഗം? സൈഫുദ്ദീൻ അമൃത, അപ്പുവിന്റെ വാക്കുകളിൽ തന്നെ അത് വ്യക്തമാണ്. അദ്ദേഹം പറയുന്നത് ജോസ് കെ മാണി മുന്നണിയിലേക്ക് എത്തിയാൽ അത് UDFന്റെ തന്നെ ശാന്ത സ്വഭാവത്തെ, അതിന്റെ പ്രശ്നരഹിതമായ നിലവിലെ അവസ്ഥയെ ബാധിക്കും. മുന്നണിക്ക് ഉള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് തന്നെ അദ്ദേഹം ആ വാക്കുകളിൽ തന്നെയും പറയുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ജോസ് കെ മാണി മുന്നണിയിൽ പ്രവേശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കടുത്ത എതിർപ്പാണ് PJ ജോസഫ് നിലനിർത്തുന്നത്. അതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇല്ല PJ ജോസഫ് വിഭാഗം എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് PJ ജോസഫ് വിഭാഗം നൽകുന്ന വിശദീകരണം, ഒരുപക്ഷെ അവർ മുന്നണിയിലേക്ക് വന്നാൽ നിലവിലെ സീറ്റുകൾ, നിയമസഭാ സീറ്റുകൾ മത്സരിക്കുന്നതടക്കം സീറ്റ് വീതമെപ്പ് അടക്കമുള്ള വലിയ പ്രതിസന്ധികൾ UDFനുള്ളിൽ ഉണ്ടാകും. അത്തരം ഒരു പ്രതിസന്ധി നിലവിലെ സാഹചര്യത്തിൽ ആ റിസ്ക് എടുക്കേണ്ട സാഹചര്യം UDFനില്ല. ഏറ്റവും സുരക്ഷിതമാണ് എന്നാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം കാണിക്കുന്നതെന്നും അവർ പറയുന്നുണ്ട്. വലിയ ഭൂരിപക്ഷം എല്ലാ മേഖലകളും, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ UDFന് അനുകൂലമായ ട്രെൻഡ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് സ്വീകരിച്ചുകൊണ്ട് മുന്നണിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വാരസ്യങ്ങളും രൂപപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാട് സ്വാഭാവികമായും PJ ജോസഫ് മുന്നോട്ട് വയ്ക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ ജോസ് കെ മാണി നടത്തിയ ചില പരാമർശങ്ങളാണ്. തൊടുപുഴ നഗരസഭയിലെ സീറ്റ് കുറഞ്ഞ സാഹചര്യം, കൂടാതെ UDF കോൺഗ്രസ് മൊത്തത്തിൽ നേടിയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ടാണ് PJ ജോസഫിന്റെ പാർട്ടിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞതെന്നടക്കമുള്ള അദ്ദേഹത്തിന്റെ പരാമർശം ഇങ്ങനെയായിരുന്നു: പരിന്തിന് മുകളിൽ ഇരിക്കുന്ന കുരുവിയെ പോലെയാണ് PJ ജോസഫ് എന്നുള്ളതാണ്. ആ നിലയിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളടക്കം വശത്തു നിന്ന് വരുമ്പോൾ, ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് PJ ജോസഫ് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല കടുത്ത അതൃപ്തി രൂപപ്പെട്ടിരിക്കുന്നു. അത്തരം ചർച്ചകൾ തന്നെ മുന്നണിയിലേക്ക് ജോസ് കെ മാണിയെ ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് കാരണമാകുന്ന പ്രതികരണങ്ങളിൽ നിന്ന് UDF നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും മാറി നിൽക്കണമെന്ന നിലപാടിലേക്ക് PJ ജോസഫ് കടക്കുകയാണ്. അത് UDF നേതൃത്വത്തെ നേരിട്ട് തന്നെ അറിയിക്കാനുള്ള നീക്കവും PJ ജോസഫിന്റെ പാളയത്തിൽ നിന്ന് ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിലവിലെ സാഹചര്യത്തിൽ ജോസ് കെ മാണി UDFലേക്ക് വരുന്നതിന്റെ എല്ലാ സാധ്യതകളും അടഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. അനാവശ്യമായ വിവാദങ്ങൾ, പ്രശ്നങ്ങൾ മുന്നണിക്ക് ഉള്ളിൽ ഉണ്ടാക്കുന്നതിലേക്കായിരിക്കും ജോസ് കെ മാണി UDFലേക്ക് വന്നാൽ തന്നെയും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. സൈഫുദ്ദീൻ അമൃത, മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്. ഇടയ്ക്ക്